സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ചില സമയത്ത് ഈമാൻ കൂടും, ചില സമയത്ത് കുറയും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് ഈമാനിനെ പുതുക്കി കൊടുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈമാൻ എങ്ങനെ പുതുക്കാം? ഈമാൻ ചില സമയത്ത് കൂടും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും, ചിലർക്ക് ഉള്ളത് കൂടെ പിടിച്ചെടുക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചിലരൊക്കെ ജീവിതം നയിക്കുന്നുണ്ട് സാധാരണ ആൾക്കാർ, നമ്മളെപ്പോലെ നമ്മുടെ അത്ര പോലും ഇബാദത്ത് ചെയ്യാത്ത ചില ആൾക്കാർ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ, വെള്ളിയാഴ്ച രാവിലെയൊക്കെ മരിച്ചത് കാണുമ്പോൾ ചോദിക്കും, ഇവൻ എന്ത് ചെയ്തിട്ടാടാ ഇങ്ങനെ ഒരു മരണം കിട്ടിയ? ചോദിക്കാറുണ്ടല്ലോ. ചില ആൾക്കാർക്കൊക്കെ അള്ളാഹു റമദാൻ മാസത്തിലും 17-ാം രാവിലും 27-ാം രാവിന്റെ അന്നും അറഫയുടെ നോമ്പിന്റെ അന്നൊക്കെ അള്ളാഹു നല്ല മരണം കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇവൻ എന്ത് ചെയ്തിട്ടാ അള്ളാഹ് ഇത് കൊടുത്തേ? എന്നാൽ ചിലരുടെയൊക്കെ മുഖം നോക്കുമ്പോൾ വല്ലാത്ത പ്രകാശം, വല്ലാത്ത ഒരു പുഞ്ചിരി ചുണ്ടിൽ മുഖം പ്രകാശിച്ചുകൊണ്ട് കിടക്കും ചിലര്. എന്റെ പ്രിയമുള്ളവരെ, ഹൃദയത്തിലുള്ള ഈമാനിന്റെ പ്രകാശം മുഖത്ത് പ്രകാശിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു യഥാർത്ഥ മുസ്ലിമിനെ കണ്ടറിയാം. ഒരു ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവൻ ഈമാൻ. അങ്ങനെ അറിയാൻ പറ്റുമെന്നാണ്. അതെങ്ങനെ മഹാന്മാർക്ക് അറിയാൻ പറ്റുന്ന? ഈമാനുള്ള ഒരു മനുഷ്യനെ കണ്ട അവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോഴങ്ങനെ നമുക്കുണ്ടാകണമെന്നില്ല. മരിക്കുന്ന സമയത്തെങ്കിലും അള്ളാഹു നമ്മുടെ മുഖത്ത് പ്രകാശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആറ് കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവന്റെ ഈമാൻ വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 6 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 6 നല്ല കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ ഈമാൻ വർദ്ധിക്കും. നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് അല്ലാഹു പറഞ്ഞ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്റെ അടിമകളെ മുഴുവനും പിഴപ്പിക്കുമല്ല, ഒരുത്തനെയും വെറുതെ വിടൂല, എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും. അള്ളാഹു പറഞ്ഞു, എല്ലാരെയും പറ്റൂല, എനിക്ക് ചില അടിമകളുണ്ട്, നീ അവരുടെ മുന്നിൽ തോറ്റുപോകും. അള്ളാഹുവാണ് പറഞ്ഞത്, എനിക്ക് ചില അടിമകളുണ്ട്, അവരുടെ മുന്നിൽ നീ തോറ്റുപോകും. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഇബ്ലീസ് തോക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് 6 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 6 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ അവന്റെ ഈമാനിൽ വർധനവ് വെറുതെയല്ല, ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹു പറഞ്ഞേ. ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ഈമാനിൽ വർധനവുണ്ടായാൽ അല്ലാഹ് എന്ന പേര് അവന്റെ മുന്നിൽ പറഞ്ഞാൽ മതി. അല്ലാഹ് എന്ന പേര് ഒരു ഈമാനുള്ള മനുഷ്യന്റെ മുന്നിൽ പറഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അവന്റെ ഹൃദയം പിടയ്ക്കും, കൈകാലുകൾ വിറയ്ക്കും, കണ്ണിലൂടെ കണ്ണുനീരൊഴുകാൻ തുടക്കും. പേടിച്ച് വിറച്ചിട്ട് അല്ലാന്ന് പറഞ്ഞ പേടിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അല്ലാന്ന് കേൾക്കുന്നു. നമ്മുടെ ആരുടെയും ഹൃദയവും പിടയ്ക്കാറില്ല, കയ്യും കാലും പിടയ്ക്കാറില്ല, ഒന്നുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാൻ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു 6 കാര്യങ്ങൾ, ഈ ഓരോ കാര്യം ചെയ്താലും അവനവന്റെ ഈമാൻ വർദ്ധിക്കും. മരിച്ചു കിടക്കുമ്പോൾ നാട്ടുകാർക്കറിയാം നിന്റെ ഈമാനിന്റെ പ്രകാശം നിന്റെ മുഖത്ത് കിടക്കുന്നത് കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6 പറയാന്ന് ഞാൻ പറയൂല, വാക്കൊന്നും പറയൂല, പറ്റുന്നത്ര പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈമാൻ വർദ്ധിക്കുവാനുള്ള 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ?
എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. പടച്ചവനെ, നീ എനിക്ക് സ്വർഗ്ഗം തരണം തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം തരണം തമ്പുരാനെ. എനിക്ക് സമ്പത്ത് തരണം, എനിക്ക് മക്കളെ തരണം, എനിക്ക് ആരോഗ്യം തരണം. എല്ലാവരും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവരാ. എങ്കിൽ ഈമാൻ വർദ്ധിക്കുവാനുള്ള ഒന്നാമത്തെ കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ സ്വഹാബാ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് പറയുമ്പോ, അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ പെട്ടെന്ന് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിനോട് എപ്പോ ദുആ ചെയ്താലും ഒരു കാര്യം പറയാൻ മറന്നു പോകരുത്, ഒരു കാര്യം ചോദിക്കാൻ മറന്നു പോകരുത്. അല്ലാഹുവേ, എന്റെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി പറയുമ്പോ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കസറമ്മാ യദഊന യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത് ആയിഷ ബീബി കേൾക്കുകയാണ്. എപ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ യാ മുകല്ലിബൽ ഖുലൂബ്, അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് പാതിരാത്രിയുടെ നിശബ്ദതയിൽ പോലെ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മാ ഖുസിറു വമാ യദ്ഉ ബിഹാദിഹി ദുആ. നബിയേ, എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്തിനാ നബിയേ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ഓരോ മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്, പടച്ചവന്റെ കയ്യിലാണ്, അല്ലാഹുവിന്റെ അടുക്കലാണ് ഓരോ മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉള്ള ഈമാൻ അല്ലാഹു കുറച്ച് കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മളിൽ ആരാണ് പടച്ചവനോട് ദുആ ചെയ്യുന്നത്? ഞാനും നിങ്ങളും ആരാണ് അല്ലാഹുവിനോട് പടച്ചവനെ ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. എല്ലാവരും സമ്പത്തിൽ വർധനവിന് വേണ്ടിയാ, ആരോഗ്യത്തിൽ വർധനവിന് വേണ്ടിയാ, ആയുസ്സിൽ വർധനവിന് വേണ്ടിയാ എല്ലാ കൂട്ടിത്തരണേ എന്ന് ചോദിക്കുന്ന മുസ്ലിമേ, നീ ഈമാനെന്ന് അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനെന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യുന്ന എത്ര പേരാ ഉള്ളത്? സഹോദര, അങ്ങനെ നീ ദുആ ചെയ്യണം. എപ്പോ ദുആ ചെയ്താലും, ഏത് സമയത്ത് ദുആ ചെയ്താലും ഇത് പറയാതെ നിന്റെ കൈ നീ മടക്കാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്താ അല്ലാഹു നിന്റെ ഈമാൻ വർദ്ധിപ്പിക്കുകയാ, പിന്നെ രക്ഷപ്പെടും. പടച്ചവനെ, അങ്ങനെ ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് നിന്റെ ഈമാൻ അങ്ങ് വർധനവുണ്ടായി, നിന്റെ ഈമാൻ അങ്ങ് ഉറച്ചു കഴിഞ്ഞാ തോറ്റുപോകും. ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള വാപ്പാ, നിന്റെ ഈമാനിന്റെ മുന്നിൽ പടച്ചവനെ പണമല്ല, അധികാരമല്ല, പടച്ചവനെ ഇനി എന്തെല്ലാം സംഭവിച്ചാലും നിന്റെ ഈമാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാ. അവിടെ പിന്നെ ഒന്നിനും വിലയില്ല, അവിടെ പിന്നെ ഒന്നിനും വിലയില്ല സഹോദരാ. ഈമാൻ ഉറച്ചു കഴിഞ്ഞ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സ്വഹാബത്തിനോട് പടച്ചവനെ മുസൈലിമയെ കുറിച്ചതാ പറയുകയാണ്. കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞ്
മുസൈലിമ പടച്ചവനെ ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു വാദിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് എത്തുമ്പോ അള്ളാന്റെ റസൂൽ ഒരു കത്തെഴുതുകയാണ്, ലോകത്തിന്റെ നേതാവ് ഒരു കത്തെഴുതുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹബീബ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഹബീബേ, ഇത് കൊണ്ടുപോയിട്ട് മുസൈലിമയുടെ കയ്യിൽ കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഇത് മുസൈലിമയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ കഴിയുമോ? ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ തയ്യാറാണ് നബിയേ, ഞാൻ തയ്യാറാണ് നബിയേ. ഹബീബ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമയുടെ മുന്നിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന് കൊടുത്തുവിടുന്ന കത്തുമായിട്ട് കടന്നു പോവുകയാണ്. ഹബീബ് റളിയല്ലാഹു തആല അൻഹു ചെല്ലുമ്പോ മുസൈലിമ പ്രവാചകനാണെന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അനുയായികളുണ്ട്. അവരുടെ മുന്നിലേക്കാണ് ഹബീബ് തങ്ങള് കടന്നു ചെല്ലുന്നത്. അതാ ഹബീബ് തങ്ങള് കടന്നു ചെന്നിട്ട് മുസൈലിമയുടെ കയ്യിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്ത കത്തങ്ങ് കൊടുത്തു. അതാ മുസൈലിമയങ്ങ് വായിക്കുകയാണ്. ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവേ, അതാ മുസൈലിമയതാ ആ എഴുത്തിന്റെ ഏറ്റവും അവസാനം മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോ മുസൈലിമ ചോദിക്കുന്നു, മൻ മുഹമ്മദ് യാ ഹബീബ്, ഹബീബേ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളാരാണ്? ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളാരാണ്? ഹബീബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മുസൈലിമ ചോദിക്കുകയാണ്, മനിൽ മുസൈലിമ യാ ഹബീബ്, മുസൈലിമ എന്ന് പറഞ്ഞാൽ ആരാണ് ഹബീബേ? അല്ലാഹുവേ, അതാ ചുറ്റുഭാഗം മുഴുവനും അവന്റെ അനുയായികളെ നിൽക്കുമ്പോ ഹബീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, ആരാ മുസൈലിമ, ആരാണ് മുസൈലിമ? ഹബീബ് തങ്ങൾ ചോദിക്കുകയാണ്, നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പടച്ചവനേ, മുസൈലിമയ്ക്ക് വല്ലാത്ത ദേഷ്യമുണ്ടാവുകയാണ്. മുസൈലിമ പ്രവാചകനാണെന്ന് പറയാൻ വേണ്ടി പിന്നെയും പിന്നെയും ഹബീബ് തങ്ങളോട് മുസൈലിമ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാ. അവസാനം അവിടുന്ന് പ്രവാചകനാണെന്ന് പറയാതെ വന്നപ്പോ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിക്കുകയാണ്. അവിടുന്ന് രണ്ട് കൈകാലുകൾ അവിടുന്ന് കെട്ടിയിടുകയാണ്. എന്നിട്ട് പഠിപ്പിച്ച കമ്പിയുണ്ടല്ലോ, പഠിപ്പിച്ച കുന്തമുണ്ടല്ലോ, ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാണ്. പഠിപ്പിച്ച കമ്പി കൊണ്ടുവന്ന് നെഞ്ചത്ത് വെച്ചിട്ട് ചോദിക്കുന്നു, ഹബീബേ, ആരാടാ മുസൈലിമ, ആരാടാ മുസൈലിമ? പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതാ ഇറച്ചി വെട്ടിയെടുക്കുന്നത് പോലെ ഹബീബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചമാംസം ഇങ്ങനെ അറുത്തെടുക്കുകയാ. മുസൈലിമ ചോദിക്കുകയാണ്, ആരാ മുസൈലിമ, മുസൈലിമ ആരാണെന്ന് പറയടാ എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോഴും ഹബീബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയുവോ? മുഹമ്മദുർ റസൂലുള്ളാഹ് മുസൈലിമത്തുന കദ്ദാബുല്ലാഹ്, നീ കള്ളനാടാ, നീ കള്ള പ്രവാചകനാടാ, നീ അല്ലാഹുവിന്റെ ശത്രുവാടാ എന്ന് ഈമാനോടുകൂടി ഉറക്കെ പറയാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. അത് ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ചെറുപ്പക്കാരാ? അവിടെ മരണത്തിന് വിലയില്ലടാ, അവിടെ ജീവിതത്തിന് വിലയില്ലടാ, അവിടെ പണത്തിനോ മോഹങ്ങൾക്കോ സ്വപ്നങ്ങൾക്കോ യാതൊരു വിലയുമില്ല. ഈമാൻ ഉറച്ചു
കുറച്ച് കഴിഞ്ഞാ പിന്നെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, എപ്പോ ദുആ ചെയ്താലും നീ ഒരു ദുആ ചെയ്യാൻ മറന്നു പോകരുത്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ ദുആ ചെയ്താൽ ഇത് പറയുമായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നീ ഇത് പറയാ മറന്നു പോകരുത്. കാരണം ഇന്നത്തെ കാലഘട്ടം അത്രയ്ക്കും മോശമാണ്. ഈമാനുള്ള മുസ്ലിം പെണ്ണുങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി പലതും ചെയ്തുകൊണ്ട് പലരും തയ്യാറായി നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അല്ലാ, എന്റെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ അല്ലാ, എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്ത് നിന്റെ ഈമാൻ ഉറച്ചാൽ ലോകത്ത് ഒരുത്തനും നിന്നെ പിഴപ്പിക്കാൻ കഴിയില്ല. സാക്ഷാൽ ശൈത്താൻ പോലും, സാക്ഷാൽ ഇബ്ലീസ് പോലും പരാജയപ്പെട്ടു പോകും പെണ്ണ്. നിന്റെ ഈമാനിന്റെ മുന്നിൽ സർവ്വതും പരാജയപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരാ. ഒരു പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയ ഒരു ചരിത്രം, പടച്ചവനെ, ഒരു പെണ്ണിന്റെ ഈമാൻ കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയ ഒരു ചരിത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആരുടെ ചരിത്രമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, രണ്ടുപേരും ഇങ്ങനെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു ഖബർ പ്രകാശിക്കുകയാണ്, ഒരു ഖബർ പ്രകാശിക്കുകയാണ്. വല്ലാത്ത ഒരു പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീൽ, ഏത് പ്രവാചകന്റെ ഖബറാണ്? ആ പ്രകാശിക്കുന്ന ഖബറാരുടേതാണ്? വല്ലാത്ത ഒരു സുഗന്ധം അടിച്ചു വീശുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അതൊരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ, ഒരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി ആരാ പടച്ചവര്? ഖബർ പ്രകാശിക്കുന്ന, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണാരാട്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ് നബിയേ. ആരാണ് മാഷിത എന്നറിയുമോ? ടിക്ടോക്കിന്റെ പുറകിൽ നടക്കുന്ന യുവത്വേ, നിനക്കാരാ മാഷിത എന്ന് പറയുന്ന പെണ്ണാരെന്ന് നിനക്കറിയുമോ? ആ പെണ്ണിന്റെ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശാറുള്ള കാരണം എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീല്, ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ്? ആരാണ് മാഷിത? ആരാണ് മാഷിത? മാഷിത ബീവിയുടെ ഖബർ പ്രകാശിക്കാറുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, മുത്തുനബിയേ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ് നബിയേ.
മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹാ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, ആരും അറിയാതെ മാസിതാ ബീബി മുസ്ലിമായി. കാരണം ഫിർഔനിന്റെ വീട്ടിലെ വേലക്കാരിയാ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ, ആരും അറിയാതെ മുസ്ലിമായി. പടച്ചവനെ, മൂസാ നബി പറഞ്ഞു കൊടുത്തു, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസിതാ. അങ്ങനെ പടച്ചവനെ, മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹാ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് പടച്ചവനെ ഒരു ദിവസമുണ്ടല്ലോ, മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വന്നത്. മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹാ കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് കൊണ്ട് ബിസ്മി അങ്ങ് ഉറക്കെ പറയുകയാണ്. ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്, ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്. പടച്ചവനെ, വാപ്പയുടെ ചെവിയിലെത്തി, ഫിർഔനിന്റെ ചെവിയിലെത്തി കഴിഞ്ഞു. മാസിതാ ബീബി മുസ്ലിമായ എന്ന വാർത്ത അതാ ഫിർഔൻ അറിയുകയാ. കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞ നാണക്കേടാണ്. അതുകൊണ്ട് ഒരുപാട് ആരും അറിയാതെ ഉപദേശിച്ചു നോക്കി, ഭീഷണിപ്പെടുത്തി നോക്കി. പക്ഷേ മാസിതാ ബീബി അവിടെ നിന്ന് പിന്തിരിയുന്നില്ല. പടച്ചവനെ, അങ്ങനെ കൊട്ടാരത്തിലെ മറ്റുള്ളവരറിയാൻ തുടങ്ങി, നാട്ടുകാരറിയാൻ തുടങ്ങി. എല്ലാവരും അതാ മാസിതാ ബീബി മുസ്ലിമായ കാര്യമറിയുമ്പോ ഫിർഔൻ തന്റെ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അവസാനം യോഗത്തിലെടുത്ത തീരുമാനം എന്തെന്നറിയുമോ? എങ്ങനെയെങ്കിലും ഇവളെ പുതിയ മതത്തിൽ നിന്ന് തിരിച്ച് പഴയ മതത്തിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ശിക്ഷ കൊടുക്കണം. അല്ലാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചെയ്തതെന്തെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, മാസിതാ, തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ മാസിതാ? നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ മാസിതാ? ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും മാറ്റമില്ല, എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ അല്ലാഹുവിന്റെ ദീൻ കളഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരൂല. റബ്ബേ, ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവര് ചെയ്തതെന്തെന്നറിയുമോ? മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മൂത്ത മകളെ ഇങ്ങ് പിടിച്ചുകൊണ്ട് വരികയാണ്. തന്റെ പൊന്നാര മകളുണ്ടല്ലോ, 10 വയസ്സിന്റെ താഴെ മാത്ര പ്രായമുള്ള തന്റെ പൊന്നാര മകളെ പിടിച്ചുകൊണ്ട് വന്നു അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിക്കുന്നു, മാസിതാ, ഇനി പറ, അല്ലാഹനെ വേണോ പഴയ മതം വേണോ? നിനക്ക് ഇസ്ലാം മതം വേണോ അതോ പഴയ മതം മതിയോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോള് ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു കളയുമെന്ന് ശത്രുക്കൾ പറയുമ്പോ മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചെയ്തതെന്തെന്നറിയുമോ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ കെട്ടി നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിന് വില പറയുമ്പോ മാസിതാ എന്ന് പറയുന്ന ഇസ്ലാമുള്ള അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്ന ഹൃദയത്തിൽ ദുആ ചെയ്ത് ഈമാൻ ഉറപ്പിച്ച മാസിതയുണ്ടല്ലോ, തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നു കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് പറയുന്നു, പൊന്നുമോള്, ഒരിക്കലും എന്റെ പൊന്നുമോള് കരയരുത്, നമ്മള് സ്വർഗത്തിലാ. തന്റെ പൊന്നാര മകളോട് പറയുകയായിന് സ്വർഗത്തിൽ വെച്ച് കാണാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് മാസിതാ ബീബി യാത്രയാക്കുകയാണ്. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് തന്റെ പൊന്നാര മകള് കിടന്ന് നിലവിളിക്കുന്നത്. ആ
എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയുകയാണ്. കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. തന്റെ പൊന്നാര മകളുടെ കരിഞ്ഞ ശരീരമെടുത്ത് വെളിയിലിട്ടു. രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാസിത്താ, തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? ഇത് നിന്റെ രണ്ടാമത്തെ മകളാട്. പടച്ചവനെ, മാസിത്ത എവിടെന്ന് പതറിയില്ല. തന്റെ പൊന്നാര കുഞ്ഞിനെയും അവിടെന്ന് യാത്ര പറഞ്ഞ് യാത്രയാകുകയാണ്. രണ്ടാമത്തെ കുഞ്ഞമ്മ കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരിയുകയാണ്. പടച്ചവനെ, ശത്രുക്കൾക്ക് ദേഷ്യം കൂടുകയാണ്. അവര് മൂന്നാമത് കൊണ്ടുവന്നതാരെയും അറിയുവോ? പാല് കുടിക്കുന്ന പൊന്നുമോനയാ. മാഷിതാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും ഇളയ മകനുണ്ടല്ലോ, അവന് പാല് കുടിക്കുന്ന പ്രായമാണ്. ആ പിഞ്ചു കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ശത്രുക്കൾ അവിടുന്ന് ദീനിനെ വിലപേശുകയാണ്. മാഷിതാ, നിന്റെ പൊന്നാര മകനെയൊന്ന് നോക്കൂ മാഷിതാ. രണ്ട് മക്കളും പോയതുപോലെയല്ലോ. നീ ഇവനെ കണ്ട് കൊതി തീർന്നില്ലല്ലോ. ഇവന് പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ. ഇവനെ സ്നേഹിച്ച് കൊതി തീർന്നില്ലല്ലോ. മാസിതാ, കൊല്ലണോ? ഈ പിഞ്ചു കുഞ്ഞിനെ കൂടെ കൊന്നു കളയണോ മാസിതാ? മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹ മിണ്ടാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ. പടച്ചവനെ, മാസിതാ ബീവിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ ശത്രുക്കൾ വിചാരിച്ചു തോറ്റുപോയെന്ന്, മാസിത്ത പരാജയപ്പെട്ടു പോയെന്ന് കരുതിയിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാരും തന്റെ ഉമ്മാനെ കളിയാക്കുകയാ. തന്റെ ഉമ്മ നിന്ന് കരയുകയാണ്. ആ സമയത്ത് ചിരിക്കുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട്, ആ ചിരിച്ചു കൊണ്ടിരുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തിയിട്ട്, ആ പാല് കുടിക്കുന്ന പൊന്നുമോനുണ്ടല്ലോ, അവൻ അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുകയാ. പാല് കുടിക്കുന്ന കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാറില്ല. പക്ഷേ അതാ പടച്ചവന് ആ പൊന്നുമകന് മാസിതാ ബീബിയുടെ പൊന്നുമോനുണ്ടല്ലോ, അവിടെന്ന് വിളിക്കുന്നു, യാ ഉമ്മാ ഇക്തഹമീ. അവിടെന്ന് വിളിക്കുന്ന ഉമ്മ, കരയല്ലേ ഉമ്മ, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാടുമ്മ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാ. അതുകൊണ്ട് ഉമ്മ, ഇവന്മാരെന്ത് ചെയ്താലും തോറ്റുകൊടുക്കരുത്. എന്റെ ഉമ്മ എന്നെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാക്കുമോ? പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞ് തന്റെ ഉമ്മയോട് വിളിച്ചു പറയുകയാ, ഉമ്മ, നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? അതുകൊണ്ട് പടച്ചവര് പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാ, എന്നെ യാത്രയാക്കുമ്പോ. അവിടെന്ന് മാസിതാ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട്, അതാ ശത്രുക്കൾ തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. മാസിതാ ബീബി കരഞ്ഞില്ല പെങ്ങള്. നിന്നെ പോലെ പേടിച്ച് പറച്ചിട്ട് ഈമാൻ കളഞ്ഞിട്ട് പടച്ചവനെ അവിടെന്ന് ഓടാ തയ്യാറായില്ല. ഈമാൻ ഉറച്ചാൽ അങ്ങനാണ്, ഈമാൻ ഹൃദയത്തിൽ കേറിയാൽ അങ്ങനാണ്. അല്ലാഹുവാണ് സർവ്വതിനെക്കാളും വലിയതെന്നുള്ള ഒരു ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വന്നാ അത് തകർക്കാൻ ആർക്കും കഴിയില്ല. മാസിതാ ബീബിയുടെ 3 മക്കളും മരിച്ചുപോയി. സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, മാസിതാ
ബീബിയുടെ മുന്നിൽ വന്നിട്ട് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിനോട് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാസിത്ത. ഇത് പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല. പടച്ചവനെ 300 കൊല്ലം കടലിൽ കിടന്നിട്ടും പടച്ചവനെ അല്ലാഹു അവനെ നശിപ്പിച്ച് കളയാതെ ഇന്നും പടച്ചവനെടുത്ത് വെച്ചിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും പഠിക്കാരാ. ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ഇന്നും സാക്ഷാൽ ഫിറഔനിന് പടച്ചവനെ അല്ലാഹു കാണാൻ വെച്ചിരിക്കുന്നത് വരുന്ന തലമുറകൾക്ക് അവനെ കണ്ടു പഠിക്കാരാ. കാരണം അവനാണ് പറഞ്ഞത് അന റബ്ബുകുമുൽ അലാ, ഞാനാണ് പടച്ചവന്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ അവനാണ് തന്റെ വീട്ടിലെ ഒരു വേലക്കാരിയായ പെണ്ണിനോട് പറയുകയാ, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ തോറ്റടി മാസിത്താ, നിന്നെ കൊല്ലാൻ പോവുകയാണ്. എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് വല്ല മോഹവുമുണ്ടെങ്കിൽ പറ, വല്ല അഭിലാഷമുണ്ടെങ്കിൽ പറ. മാസിത്താ ബീവി കരഞ്ഞ് വിളിച്ചിട്ട് എന്നെ കൊല്ലരുതെന്നല്ല പറഞ്ഞത്, എന്നെ ജീവനോടെ വിടണമെന്നല്ല പറഞ്ഞത്. അവിടെ നിന്ന് പറഞ്ഞത് എന്തെന്നറിയോ? എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ അതേ കുഴിക്കകത്ത് എന്റെ മക്കളുടെ എല്ലും കൂടെ നിങ്ങളാ കബറിന്റെ അകത്തിടണേ. എന്റെ മക്കളെ കൂടെ എന്നെ കബറടക്കുന്ന കബറിന്റെ അകത്ത് തന്നെ കുഴിച്ചിടണേ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഇത് ഈമാൻ ഉറച്ചാൽ ഒരു പെണ്ണെങ്ങനെയാകുമെന്ന് പഠിക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോ, പടച്ചവനോട് ദുആ ചെയ്തോ. ഈ സദസ്സിലിരിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളോട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു താക്കീതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചോദിക്കുകയാ, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്, പടച്ചവനെ ഭയത്തിലാണ്. വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ മനുഷ്യനെ പെട്രോൾ അടിച്ചിട്ട് ജീവനോടെ കത്തിക്കുന്ന കാഴ്ച കാണുമ്പോ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ, പേ പിടിച്ച പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ ജീവനുള്ള മനുഷ്യനെ ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന കാഴ്ചകൾ കാണുമ്പോ നമുക്കൊക്കെ വല്ലാത്ത പേടിയാ, നമുക്കൊക്കെ വല്ലാത്ത പേടിയാ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരാ, ഇതൊക്കെ സാമ്പിളാ മോനെ, ഇതൊക്കെ സാമ്പിളാടാ, ഇതൊന്നുമല്ലടാ. ഇതിനെക്കാളും വലിയ അനുഭവിക്കാൻ വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ തുടക്കമാണ്. പെട്രോൾ അടിച്ചിട്ട് ജയ് ശ്രീരാം എന്ന് വിളിക്കടാ, ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് പറയുന്ന മതഭ്രാന്തന്മാര്. പടച്ചവൻ, ഇതൊന്നുമല്ല ചെറുപ്പക്കാരാ, ഇതിനെക്കാളും വലുതൊക്കെ വരാൻ പോവുകയാണ്. അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗം വെറുതെ കിട്ടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? അള്ളയാടാ ചോദിച്ചത്, നീ സ്വർഗ്ഗം അങ്ങ് ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോടാ? എന്തിനാ നിന്റെ മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു തരുന്നത്? ബിലാൽ തങ്ങളുടെ കഴുത്തിൽ കയറിട്ട് മുറുകിയിട്ട് തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോയി പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചു ചാട്ടമാറ് കൊണ്ട് തല്ലിയ കഥ പറഞ്ഞു തരുന്നത് വെറുതെ സുഖിക്കാനല്ല. സുമയ്യ ബീബിയുടെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുത്ത ചരിത്രം പറയുന്നത് വെറുതെയല്ല. മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടു തലയുടെ നേർഭാഗത്തവന്റെ ഉച്ചയിൽ ഈർച്ചവാള് വെച്ചിട്ട് 2 കഷ്ടമായി മുറിച്ച കഥകൾ പറയുന്നത് വെറുതെ കേൾക്കാറല്ല. ഇതൊക്കെ ഈമാൻ ഉറയ്ക്കാരാ, മാനസികമായി തയ്യാറെടുക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, ഇനി നിനക്ക് രക്ഷപ്പെടണോ, ഇനി രക്ഷപ്പെടണോ, നിനക്കിനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും ഇനി രക്ഷ വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഈമാൻ ഉറപ്പിക്കലാ, നിന്റെ ഈമാൻ പ്രകാശിപ്പിക്കലാ. അതല്ലാതെ വേറെ ഒരു വഴിയില്ല ചെറുപ്പക്കാരാ. കാരണം ഇത് പറഞ്ഞത് അല്ലാഹുവാണ്. ഫലമ്മായതികും മസലുല്ലദീന ഖലവു മിൻ ഖബലിക, നിന്റെ മുൻഗാമികൾ അനുഭവിച്ച
അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നീ കരുതിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, സ്വർഗം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നരകമോചനം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, നല്ല മരണം ചോദിക്കണ്ട എന്ന് പറയുന്നില്ല, സമ്പത്തിൽ അഭിവൃദ്ധി വേണമെന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചോദിച്ചു, പക്ഷേ അതൊക്കെ ചോദിക്കാൻ മറന്നുപോയാൽ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു ദുആ എന്തെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഈമാൻ വർദ്ധിക്കുവാനുള്ള, ഈമാൻ ഉറയ്ക്കുവാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അത് റബ്ബിനോട് ദുആ ചെയ്യലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ